ഹലോ, ഗുഡ് ഈവനിംഗ്. ദേശീയ പൗരത്വ ഭേദഗതി ബില്ലിൽ അല്പസമയത്തിനകം രാജ്യസഭയിൽ വോട്ടെടുപ്പ് നടക്കും. ചരിത്ര ബില്ലെന്ന് അമിത്ഷാ പ്രഖ്യാപിച്ചിരുന്നു. രാജ്യസഭയിൽ ഈ ബിൽ അവതരിപ്പിക്കുന്ന വേളയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവിനേറ്റ മുറിവാണ് ഈ ബില്ലെന്നാണ് അമിത്ഷായോട് ആനന്ദ് ശർമ്മ രാജ്യസഭയുടെ ചർച്ചാവേളയിൽ പറഞ്ഞത്. ജർമ്മനിയിൽ നാസിയുടെ ബുക്കിൽ നിന്നും കോപ്പിയടിച്ചതാണ് പൗരത്വ ബില്ലിന്റെ ആശയമെന്ന് ഡെറിക് ഒബ്രിയൻ കൂടി കൂട്ടിച്ചേർത്തു. രാജ്യസഭ കണ്ട ഏറ്റവും മികച്ച സംവാദത്തിനൊടുവിലാണ്, ഏറ്റവും മികച്ച ഡിബേറ്റിനൊടുവിലാണ് ബില്ല് വോട്ടെടുപ്പിനായി പോകുന്നത്. അല്പസമയത്തിനകം ബില്ലിൽ വോട്ടെടുപ്പ് നടക്കും. അനുജ, ഇതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഒപ്പം രാജ്യം മുഴുവൻ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നതും ആരൊക്കെ ഈ ചരിത്രപ്രധാനമായ ബില്ലിൽ അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തുമെന്നാണ്. ഈ വാർത്തയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ മണിക്കൂറിൽ നമ്മൾ കാത്തിരിക്കുന്ന വാർത്തയും അതുതന്നെയാണ്. ആരംഭിക്കുകയാണ് ന്യൂസ് ട്രാക്ക് 1710. 7 മണിക്കുള്ള 1 മണിക്കൂർ വാർത്താ ബുള്ളറ്റിൻ. സ്വാഗതം. ന്യൂസ് ട്രാക്ക് 1710. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. പൗരത്വ ഭേദഗതി ബില്ലിന്മേൽ രാജ്യസഭയിൽ അല്പസമയത്തിനകം വോട്ടെടുപ്പ്. ബില്ലിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷം. അനാവശ്യ ഭീതി പടർത്താൻ ശ്രമമെന്ന് അമിത്ഷാ. പ്രതിഷേധം ആളിക്കത്തുന്ന വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സൈന്യം രംഗത്ത്. അസമിൽ അനിശ്ചിതകാല കർഫ്യൂ. അയോധ്യ പുനഃപരിശോധനാ ഹർജികൾ സുപ്രീം കോടതി നാളെ പരിഗണിക്കും. ഹർജികൾ കേൾക്കുന്നത് ചീഫ് ജസ്റ്റിസിന്റെ ചേംബറിൽ. ഹൈദരാബാദ് ബലാത്സംഗ കൊലക്കേസ് പ്രതികളെ വെടിവെച്ചു കൊന്നതിൽ ജുഡീഷ്യൽ അന്വേഷണം. സുപ്രീം കോടതി റിട്ടയർഡ് ജഡ്ജിയെ ചുമതലപ്പെടുത്തുമെന്ന് ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെ. प्रथम चरण और 4 स्टेप ऑन रॉकेट्स प्रज्वलित हो गए हैं और रॉकेट अपने गंतव्य स्थान की ओर बढ़ने लगा हुआ है. ബഹിരാകാശ കുതിപ്പിൽ ചരിത്രമെഴുതി ISRO. PSLVയുടെ 50ാം ദൗത്യം വിജയം. ഭൗമനിരീക്ഷണ ഉപഗ്രഹമായ റിസാറ്റ് 2BR1 ഭ്രമണപഥത്തിൽ. അമേരിക്ക ഉൾപ്പെടെ 4 രാജ്യങ്ങളുടെ 9 ഉപഗ്രഹങ്ങളും ലക്ഷ്യത്തിലെത്തിച്ചു. തിരുവനന്തപുരം കൈതമുക്കിൽ വിശപ്പടക്കാൻ കുട്ടികൾ മണ്ണ് തിന്നെന്ന വാദത്തെ തുടർന്ന് ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി SP ദീപക് രാജിവെച്ചു. കാര്യങ്ങൾ നേരിട്ട് അന്വേഷിക്കാതെ റിപ്പോർട്ട് നൽകിയത് വീഴ്ചയെന്ന് ദീപക്. രാജിവെക്കുന്നത് പാർട്ടി ആവശ്യപ്പെട്ടിട്ടെന്നും വിശദീകരണം. സർക്കാരിന് അവമതിപ്പുണ്ടായതിൽ ഖേദപ്രകടനം. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന് ഡിജിറ്റൽ തെളിവുകൾ നൽകില്ല. ആവശ്യമെങ്കിൽ പരിശോധിക്കാമെന്ന് വിചാരണ കോടതി. ദൃശ്യങ്ങൾ വിലയിരുത്തുന്ന വിദഗ്ധനെ കണ്ടെത്താൻ സാവകാശം തേടി ദിലീപ്. റിമാൻഡിലുള്ള പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളി. നിർമ്മാതാക്കൾക്കെതിരായ പരാമർശത്തിൽ മാപ്പ് പറഞ്ഞ് ഷെയ്ൻ നിഗം. സ്വതസിദ്ധ ശൈലിയിൽ പ്രതികരിച്ചെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ്. മുടങ്ങിയ ചിത്രങ്ങൾക്ക് ഷെയ്നിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കുന്നത് ചർച്ച ചെയ്യാൻ നിർമ്മാതാക്കളുടെ യോഗം 19-ന്. നടപടി ആവശ്യവുമായി താരസംഘടനയും. വെസ്റ്റ് ഇൻഡീസിനെതിരായ 3ാം 2020-ൽ ഇന്ത്യക്ക് ബാറ്റിംഗ്. മുഹമ്മദ് ഷമിയും കുൽദീപ് യാദവും ടീമിൽ. വാങ്ഡയിൽ ജയിക്കുന്നവർക്ക് പരമ്പര. രാജ്യസഭയിലേക്ക് നേരിട്ട് അമിത്ഷാ. ബില്ല് അവതരിപ്പിച്ച് ചർച്ചയ്ക്ക് ശേഷം വോട്ടിനിടുന്നതിന് മുമ്പായി അവസാനത്തെ സ്റ്റേറ്റ്മെന്റ് രാജ്യസഭയിൽ നടത്തുന്നു. നേരിട്ട് അമിത്ഷായിലേക്ക്, രാജ്യസഭയിലേക്ക്. इसके बाद में इन्होंने चिदम्बरम साहब ने कहा कि 3 देश क्यों लिए. मैंने जवाब दिया 3 देश क्यों लिए. इसने हिंदू, सिख, पारसी इनको किस तरह से सिलेक्ट किया. माइनॉरिटी है इसलिए सिलेक्ट किया. लंका, भूटान को क्यों छोड़ा. तो इसका भी मैंने कहा कि आज तक कांग्रेस के शासन में भी जब तक सिटीजनशिप में जब बदलाव हुए एक समस्या के लिए हुए हैं. इस बार भी एक निश्चित समस्या जो भौगोलिक रूप से 3 देश भारत से सटे हुए हैं, इनकी माइनॉरिटी को धार्मिक प्रताड़ना के आधार पर जो यहाँ है, इसके लिए किया था. मान्यवर, उन्होंने कहा कि कैसे साबित करोगे कि धार्मिक उत्पीड़न हुआ है. एक पहले
मैं बाद में बताता हूं, क्योंकि कपिल सिब्बल साहब ने भी पूछा था ऐसा, मैं जवाब देता हूं। और आर्टिकल 14 का भी उन्होंने जिक्र किया, जिसका मैंने जवाब ऑलरेडी मैं दे चुका हूं। श्री शिवा ने कहा बाकी राज्यों को क्यों नहीं लिया है। मैंने शिवाजी कहा कि आपको भी मैं अध्यक्ष जी के सभापति जी के माध्यम से कहना चाहता हूं कि हर बार एक समस्या के समाधान के लिए भारत सरकार ने हर बार करा है। जब तमिल शरणार्थियों को नागरिकता दी, लगभग 8-9 लाख लोगों को दी है, मैं आंकड़ा आगे बताऊंगा आपको, तब भी बांग्लादेशियों को नहीं दी थी, पाकिस्तान वालों को नहीं दी थी। इसलिए तमिलनाडु के साथ ये भेदभाव नहीं है। जब तमिलनाडु के लिए दी तब अकेले तमिलनाडु श्रीलंका प्रॉब्लम के लिए ही दी थी। इसलिए मेहरबानी कर मन में इस प्रकार का भाव അല്പസമയത്തിനകം ബില്ലിന് നിർദ്ദേശിച്ചിരിക്കുന്ന 43 ഭേദഗതികളിൽ വോട്ടെടുപ്പ് നടക്കും. അതിനുശേഷം ബില്ലിന്റെ ഓരോ വകുപ്പുകളായി തരംതിരിച്ച് വോട്ടെടുപ്പ് നടക്കും. എല്ലാ വകുപ്പുകളും ഇതിൽ ഏതെങ്കിലും ഭേദഗതികൾ അംഗീകരിക്കുമോ എന്നതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ പരിശോധിക്കുന്നത്. ഇടതുപക്ഷം മുന്നിലേക്ക് വെച്ച 4 പ്രധാനപ്പെട്ട ഭേദഗതി, ഒപ്പം കോൺഗ്രസ് മുന്നിലേക്ക് വെച്ച 12 പ്രധാനപ്പെട്ട ഭേദഗതി അടക്കം 43 ഭേദഗതികളാണ് അല്പസമയത്തിനകം വോട്ടിനിടാൻ പോകുന്നത്. ഭേദഗതികൾക്ക് സർക്കാരിന് ഇപ്പോൾ പ്രതീക്ഷ നൽകുന്നത് സഭയിലുള്ള ബില്ലിന് അനുകൂലമായ അംഗസംഖ്യ 124 എന്നുള്ളതാണ്. നിലവിൽ 124 പേർ അനുകൂലിക്കുന്നുണ്ട്. 118 പേർ മാത്രമേ നിലവിൽ ഇപ്പോൾ സഭയിൽ ഹാജരായിരിക്കുന്നവരിൽ ഭൂരിപക്ഷം ആവശ്യമുള്ളൂ. 118 പേരുടെ ഭൂരിപക്ഷമുണ്ടെങ്കിൽ ബില്ല് പാസ്സാകും. ഇപ്പോൾ സഭയിൽ ആകെയുള്ളത് 235 പേർ മാത്രമാണ്. 235-ൽ 118 പേരുടെ ഭൂരിപക്ഷം ഉറപ്പാക്കാൻ സാധിച്ചാൽ എല്ലാ ക്ലോസുകളും സർക്കാരിന്റെ ആഗ്രഹത്തിനനുസരിച്ച് ഭേദഗതികൾ തള്ളി പാസ്സാക്കാൻ സാധിക്കും. അമിത് ഷാ once the minister concludes his मान्यवर Mr. Vaiko, I have to name you. मान्यवर Don't Sabhi prolong Bahal. further. This is the 6th time today. You are defying the chair and then speaking as you like. You can't do it. You can't do it. Please, വൈക്കോയുടെ പേരെടുത്തു പറഞ്ഞ് താങ്കളുടെ പേര് പ്രത്യേകമായി മെൻഷൻ ചെയ്യേണ്ടി വരുമെന്ന് വെങ്കയ്യ നായിഡു, समर्थन किया he था। eats, that's a different matter. मैं सिर्फ राज्यसभയുടെ ചെയർമാൻ. Otherwise, wait for your turn. मुझे न बताए, महाराष्ट्र की जनता भी जानना चाहती है कि आज रात को क्या हुआ कि आज शिवसेना ने अपना स्टैंड बदला। मान्यवर सतीश चंद्र मिश्रा जी ने कहा, संजय जी बाद में सतीश चंद्र मिश्रा जी ने बाद में कहा ऐसा नहीं 2014 की मान्यवर 2014 की डेट इस बिल में क्यों रखी है। मैं माननीय सदस्य सतीश चंद्र मिश्रा जी को आपके माध्यम से कहना चाहता हूं कि मान्यवर ये बिल हम 2015 में लेकर आए थे, तब भी इसका प्रोविजन यही था। ये बिल को थोड़े बदल, जो सबसे चर्चा करके सुझाव आए, थोड़ा बदला, तब उसको वो डेट को वो की वो रखा गया है 2014 की। इसमें और कोई हमारा आशय नहीं है। और जहां तक उन्होंने पूछा कि मुस्लिमों को क्यों छोड़ा, मुस्लिमों को कोई नहीं छोड़ा है। मुस्लिम वहां धार्मिक रूप से प्रताड़ना इन पर हो ही नहीं सकती, क्योंकि वो इस्लामिक कंट्री है, इसलिए यहां से लिया है। मनोज झा जी ने कहा कि इतिहास तय करेगा। मनोज झा जी निश्चित रूप से इतिहास तय പ്രതിപക്ഷം ഉയർത്തിയ പ്രധാനപ്പെട്ട ആരോപണങ്ങൾക്കും വിമർശനങ്ങൾക്കും പോയിന്റ് ബൈ പോയിന്റായി മറുപടി പറയുകയാണ് അമിത്ഷാ ഇപ്പോൾ രാജ്യസഭയിൽ. എന്തുകൊണ്ട് ഈ 3 പ്രധാനപ്പെട്ട രാജ്യങ്ങൾ മാത്രമായി, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ? लाखों करोड़ों लोग नर्क की यातना में जी रहे थे, उनको न्याय किसी ने नहीं दिया, क्योंकि वोट बैंक की लालच के अंदर आंखें अंधी हुई थी, कान बहरे हुए थे, उनकी चीखें नहीं सुनाई पड़ती थी। मान्यवर नरेंद्र मोदी जी ने वोट बैंक की राजनीति के लिए कभी कुछ नहीं किया, केवल और केवल ये पीड़ितों को न्याय करने के लिए नरेंद्र मोदी जी ये बिल लेकर आए हैं। मान्यवर सिक्किम के माननीय सदस्य ने 371 को डायल्यूट न करे ऐसा मुझे कहा। मैं उनको आश्वस्त करना चाहता हूं, ये बिल किसी भी तरह से മതവിഭജനത്തിന്റെ, ഇന്ത്യ വിഭജനത്തിൽ മതത്തെ ആധാരമാക്കിയതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് കോൺഗ്രസിന് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ലെന്ന് അമിത്ഷാ രാജ്യസഭയിൽ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ജിന്നയാണ് ദ്വിരാഷ്ട്ര സിദ്ധാന്തം കൊണ്ടുവന്നതെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? പക്ഷേ ജിന്നയുടെ ഡിമാൻഡിന് എന്തുകൊണ്ട് കോൺഗ്രസ് അംഗീകാരം നൽകി? ഇതാണ് അമിത്ഷാ ചോദിക്കുന്നത്. ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലുമുള്ള മൈനോറിറ്റികൾക്ക് സംരക്ഷണം കൊടുക്കാൻ ഈ സർക്കാർ തീരുമാനിക്കുമ്പോൾ അതിനു പിന്നിൽ കോൺഗ്രസിന്റേതായ ഒരു ചരിത്രം കൂടിയുണ്ടെന്നും ഓർമ്മിപ്പിക്കുന്നു. പാകിസ്ഥാന്റെയും ബംഗ്ലാദേശിൽ നിന്നും വന്ന ഹിന്ദുക്കൾക്കും സിഖുകൾക്കും അഭയാർത്ഥികൾക്ക് അവസരവും അഭയവും കൊടുത്തത് കോൺഗ്രസ് ആണെന്ന് മറക്കരുതെന്നും അമിത്ഷാ.
इसका तो मैंने जवाब You दिया ही get an दिया। opportunity, please. No, this is not allowed. This is not allowed. मान्यवर No member got a special right. Agar- If at all his name is taken, subsequently he can wait for his turn and then ask the chairman. Chairman definitely, if name is taken, it will be allowed. मान्यवर अगर कपिल सिब्बल जी ने ऐसा नहीं कहा है तो मेरा जवाब भी रिकॉर्ड पर न रहे, मगर कहा है तो मेरा जवाब जरूर रिकॉर्ड पर रहना चाहिए। कपिल सिब्बल साहब, पूरी दुनिया, ढेर सारे यूएन ह्यूमन राइट कमीशन के रिपोर्ट्स, दुनिया भर के अखबार, भारत के कई अखबार, और आप भी चले जाइए बंगाल में और आसाम के अंदर तो आपको भी मिलेंगी ढेर सारी कहानियां। कई सारे सिख दिल्ली में रहते हैं, दिल्ली में 21,000 से ज्यादा सिख रहते हैं जो अफगानिस्तान से आए। कैसे मालूम पड़ा? हमारे आंख और कान खुले हैं। वोट बैंक की लालच ने हमारे आंख कान बंद नहीं करे, इसलिए हमें मालूम पड़ता है। मान्यवर, उन्होंने कहा അഭയാർത്ഥികളെ വെച്ച് വോട്ട് രാഷ്ട്രീയം കളിക്കാത്ത ഒരേ ഒരു സർക്കാർ മോഡി സർക്കാരാണെന്ന് അമിത്ഷാ. और आप डराइए भी मत। आप कह रहे हैं कि इससे मुसलमानों का अधिकार चला गया, मुसलमानों का अधिकार चला गया, मुसलमानों का अधिकार चला गया। मुझे बताइए सिब्बल साहब, इसमें मुसलमानों का, जो भारत का मुसलमान है, इसका अधिकार कैसे जाता है? इसकी नागरिकता कोई नहीं छीन रहा साहब। ये नागरिकता देने का बिल है, नागरिकता लेने का बिल नहीं है। ये नागरिकता देने का बिल है, उसके अधिकार के साथ कोई छेड़खानी मान्यवर ये बिल को नहीं। इसीलिए मैं कहता हूं माइनॉरिटी को कि अपप्रचार में मत आइए, ये भ्रामक प्रचार के अंदर मत आइए। ये जो आपको डराने का कार्यक्रम है वो पॉलिटिकल कार्यक्रम है। वास्तविकता ये है कि इस बिल से भारत के मुसलमानों की सिटीजनशिप से स्नान सूतक का कोई संबंध नहीं है। मान्यवर संजय सिंह जी ने कहा कि यूपी बिहार ഇന്ത്യയിലെ മുസ്ലിം വിഭാഗത്തിലെ സഹോദരങ്ങൾക്ക് ഈ ബില്ലിൽ ആശങ്കപ്പെടേണ്ട ഒന്നുമില്ലെന്ന് കപിൽ സിബലിനെ ഓർമ്മപ്പെടുത്തുകയാണ് അമിത്ഷാ. കപിൽ സിബൽ ചോദിച്ച ചോദ്യങ്ങൾക്കും കപിൽ സിബൽ പറഞ്ഞ പരാമർശങ്ങൾക്കും മറുപടി പറയുന്നു അമിത്ഷാ. ഇന്ത്യൻ മുസൽമാൻമാർ നിങ്ങളെ ഭയപ്പെടുന്നില്ല അമിത്ഷാ എന്ന കപിൽ സിബലിന്റെ ചോദ്യത്തിന് മറുപടിയായി ഇന്ത്യൻ മുസൽമാൻ ഒരു അധികാരവും നഷ്ടപ്പെടുത്തുന്നില്ല ഈ സിറ്റിസൺഷിപ്പ് അമെൻഡ്മെന്റ് ബിൽ എന്നാണ് ഇപ്പോൾ അമിത്ഷാ പറയുന്നത് രാജ്യസഭയിൽ. रिकॉर्ड पे नहीं जा रहे। अभी सिटीजनशिप अमेंडमेंट बिल चल रहा है। This will not go on record. मान्यवर, Minister need not reply to him. अभी Minister need not reply to him. मैं उनको जवाब नहीं देता मान्यवर। मैं इतना ही कहता हूं कि अभी हम सिटीजनशिप अमेंडमेंट बिल पर चर्चा कर रहे हैं। सिटीजनशिप अमेंडमेंट बिल के अंदर किसी भी की नागरिकता लेने का कोई प्रस्ताव ही नहीं है। जो प्रताड़ित लोग हैं, जो माइनॉरिटी है, वहां पर हिंदू, सिख, बौद्ध, जैन, पारसी, क्रिश्चियन, उनको नागरिकता देने का प्रस्ताव है, लेने का प्रस्ताव नहीं है। और मुझे आइडिया ऑफ इंडिया समझाने का प्रयास करते थे। भाई आइडिया ऑफ इंडिया जहां समझाना हो समझा दो। मेरी तो 7 पुश्तें यहाँ जन्मी है, मैं विदेश से नहीं आया हूं। मुझे मालूम है आइडिया ऑफ इंडिया। मुझे मत समझाइए कभी भी। ഇന്ത്യ എന്ന ആശയത്തെക്കുറിച്ച് എന്നെയും നിങ്ങൾ പഠിപ്പിക്കരുതെന്ന് അമിത്ഷാ. ഞാനൊരു വിദേശിയല്ല, ഇന്ത്യൻ മണ്ണിൽ ജനിച്ചു വളർന്നവൻ തന്നെയെന്ന് അമിത്ഷാ. मंत्री जी, मान्यवर, അമിത്ഷാ രാജ്യസഭയിൽ ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് जावेद अली പ്രസംഗിക്കുമ്പോൾ തന്നെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ശക്തമായ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർക്ക് തത്സമയം 24ന്റെ സ്ക്രീനിൽ കാണാം. ഒരിടത്ത് അമിത്ഷാ രാജ്യസഭയിൽ ബില്ലിനെ അനുകൂലിച്ചുകൊണ്ട് ബില്ല് അവതരിപ്പിച്ച് വോട്ടിന് ഇടുന്നതിന് തൊട്ടു മുമ്പായി ഉപസംഹരിക്കുന്ന ഘട്ടത്തിൽ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പ്രതിഷേധം ഇരമ്പുന്നു. अपना अधिकार मिले, ये नरेंद्र मोदी सरकार का प्राथमिक दायित्व है और कमिटमेंट है। मैं ध्रुव पर कहना चाहता हूं, और नरेंद्र मोदी सरकार का एक ही धर्म है, इस देश का संविधान, जो इस देश को कभी भी मुस्लिम मुक्त बनाने का परमिशन नहीं देता है। इसलिए ना आप भी चिंता करिए, ना दूसरों को भी चिंता कराइए। मान्यवर, श्रीलंकन तमिल शरणार्थियों का ढेर सारे सदस्यों ने उठाया, मैं सबका नाम नहीं दूंगा। शिवाजी ने उठाया, अपने सीपीआईएम के सदस्य जी ने उठाया, वाइको साहब ने उठाया, बहुत सारे। मान्यवर, 1947 से अलग अलग समय पर श्रीलंकन नागरिकों को नागरिकता भारत की सरकार ने अलग अलग समय पर सभी दलों की सरकारों ने दी है। सबसे पहले 4,61,000 लोगों को दी गई, बाद में 94,000 ഇന്ത്യ परिवारों ഒരിക്കലും को दी गई। ഒരു മുസ്ലിം മുക്ത രാജ്യമാവില്ലെന്ന് അമിത്ഷാ. वापस गए। ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഈ ബില്ലിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവുമില്ലെന്നും അമിത്ഷാ. ഇന്ത്യ ഒരു മുസ്ലിം മുക്ത രാജ്യമാകില്ലൊരിക്കലും എന്ന അമിത്ഷായുടെ ഉറപ്പ്.
मगर मैं ഈ ഉറപ്പ് നൽകാൻ അമിത്ഷയ്ക്ക് എന്ത് അധികാരമെന്ന് കപിൽ സിബൽ. अन्याय की बात सोचने का सवाल ही नहीं है, किसी को अन्याय करने का इस सरकार का वाइको साहब आशा ही भी नहीं है. ഇപ്പോൾ അമിത്ഷാ സംസാരിക്കുന്നത് ശ്രീലങ്കയിൽ നിന്നുള്ള തമിഴ് ഹിന്ദുസിനെ എന്തുകൊണ്ട് ന്യൂനപക്ഷ പദവിയിൽ പൗരത്വത്തിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന ചോദ്യത്തിന്റെ മറുപടിയായി പറയുന്നു, നേരത്തെയും പല ഘട്ടങ്ങളിൽ ശ്രീലങ്കയിൽ നിന്നുള്ള തമിഴ് ഹിന്ദുസിന് സിറ്റിസൺഷിപ്പ് നൽകിയിട്ടുണ്ട് വിവിധ സർക്കാരുകൾ. दो रूल कोट किए उन्होंने, एंट्री टू पासपोर्ट एक्ट और दो रूल कोट किए 2015 और 16 में ही ये दोनों पासपोर्ट एक्ट और इनको बदल दिया गया आपका प्रिंसिपल साहब. इसके नोटिफिकेशन भी निकल चुके हैं. अब एक साथ कई कानूनों का जिक्र कर दिया आपने. 370 करा, ट्रिपल तलाक करा, आप अब सीए भी लेकर आए हो, ये सब एंटी मुस्लिम है. मान्यवर मैं स्पष्टता करना चाहता हूं, न सीए भी एंटी मुस्लिम है, न 370 एंटी मुस्लिम है, न ट्रिपल तलाक एंटी मुस्लिम है. ट्रिपल तलाक इस देश की करोड़ों मुस्लिम बहनों को अधिकार देने का बिल है जो आज तक. क्या बहनें, माताएं बहनें नागरिक नहीं है? मान्यवर माताएं बहनों का कोई अधिकार नहीं है? आज तक नहीं था. नरेंद्र मोदी सरकार वोट बैंक को सिरे कर रखते हुए ये माताओं बहनों को अधिकार. आर्टिकल 370, क्यों कश्मीर में हिंदू नहीं रहते हैं, बौद्ध नहीं रहते हैं, सिर्फ मुसलमान रहते हैं? इस तरह से क्यों सोचना? आर्टिकल 370 सबके लिए उठाया है, कोई मुस्लिम कम्युनिटी के लिए नहीं उठाया है. और आर्टिकल 370 उठने के बाद भी आज भी कश्मीर में शांति है और सारे मुसलमान शांति के साथ हैं. मान्यवर सीएबी कैसे एंटी मुस्लिम बनेगा? मान्यवर सीएबी के अंदर कहीं पर भी किसी मुसलमान की नागरिकता को छूने का कोई प्रस्ताव नहीं है. बाकी जो वहां की माइनॉरिटी है उसको देने का പൗരത്വ ഭേദഗതി ബിൽ ആന്റി മുസ്ലിം അല്ല. ആർട്ടിക്കിൾ 370 സ്ക്രാപ്പ് ചെയ്തതും ആന്റി മുസ്ലിം നടപടിയായിരുന്നില്ല. ട്രിപ്പിൾ തലാഖും മുസ്ലിം വിരുദ്ധ നടപടിയായിരുന്നില്ല. എങ്ങനെയാണോ മുസ്ലിം വിരുദ്ധ നടപടി അല്ലാതെ ട്രിപ്പിൾ തലാഖും കാശ്മീർ വിഷയവും മാറിയത്, അതേപോലെ തന്നെയാണ് ഈ പൗരത്വ ഭേദഗതി ബില്ലും എന്നാണ് അമിത്ഷാ വാദിക്കുന്നത്. പൗരത്വ ഭേദഗതി ബിൽ ആന്റി മുസ്ലിം അല്ല, മുസ്ലിം വിരുദ്ധമല്ല. ഇന്ത്യ ഒരു മുസ്ലിം വിമുക്ത രാഷ്ട്രമാവില്ലെന്നും അമിത്ഷാ. आसाम के मूल लोगों की भाषा, संस्कृति, सामाजिक सरोकार, उनका साहित्य और चुने हुए लेजिस्लेटिव असेंबली और स्थानीय इकाइयों की जगहों पर उनके मिनिमम रिजर्वेशन के, उनके लिए जो रिजर्वेशन चाहिए इसकी चिंता करने का एक क्लॉज 6 था. मगर अब तक, जब तक भारतीय जनता पार्टी की सरकार नहीं आई, क्लॉज 6 पर कोई कमिटी नहीं बनी. वादा कर दिया गया, एग्रीमेंट हो गया, मगर उसका अमल नहीं किया. जो जोर जोर से बोलते हैं उनको मैं कहना चाहता हूं कि आपकी ही सरकार थी. आसाम में 15 साल आसाम के ही राज्यसभा के सदस्य देश के प्रधानमंत्री थे और आसाम में ही सरकार थी. यहां पर भी 10 साल रही, मगर क्लॉज 6 को कभी भी जमीन पर उतारा नहीं गया. आसाम के लोगों को सिर्फ क्लॉज 6 कागज पर दिया गया. नरेंद्र मोदी सरकार ने क्लॉज 6 के लिए आसाम के लोगों की कमेटी बनाई है और इनका रिपोर्ट आते ही आसाम समझौता का हम पूर्ण रूप से पालन करेंगे. ആനന്ദ് ശർമ്മയും ഡെറിക് ഒബ്രിയാനും കപിൽ സിബലും ഉന്നയിച്ച ചോദ്യങ്ങൾക്ക്, ഗുലാം നബി ആസാദും ഇടതുപക്ഷ അംഗങ്ങളും ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് ഓരോന്നിനും എണ്ണി എണ്ണി മറുപടി പറയുന്നു അമിത്ഷാ. उसकी भी चिंता हम करेंगे और आपको उचित स्थान पॉलिटिकल रिजर्वेशन मिले उसकी भी चिंता हम करेंगे. किसी को इस पर शंका रखने की जरूरत नहीं है. मान्यवर मैं अब कुछ चीजें बताना चाहता हूं. ये बताने के पीछे मेरा मकसद ये है कि सदन से माध्यम से देश भर की जनता को और इस सदन के माध्यम, आपके माध्यम से सारे सदन के सम्मानित सदस्यों को कुछ वास्तविकता मालूम पड़े. हर लोग, हर पॉलिटिकल पार्टी जो इसका विरोध कर रही है, बिल क्यों लेकर आए हो, बिल क्यों लेकर आए हो, बिल क्यों लेकर आए हो, मैं उनको कुछ चीजें 1-2 दिन की जो प्रक्रिया हुई उसमें समझाना चाहता हूँ. गुलाम नबी साहब ने अलग प्रकार के समझाने का प्रयास किया, मगर एक अलग दृष्टिकोण भी है जो मैं सदन के पटल पर रखना चाहता हूँ. दिल्ली हरियाणा सीमा पर
एक ट्रांजिट कैंप है भट्टी माइंस संजय कॉलोनी बस्ती। वहां मान्यवर साहिबा और रबे जी नाम की 2 बहनें बहुत कठिनाई से भागकर यहाँ आई हैं और अपने पतियों के साथ बच्चों के साथ 2013 में वो कराची से भारत आई। उनका कहना है युवा लड़कियों जवान महिलाओं को उठा लिया जाता था, सेक्सुअली प्रताड़ित किया जाता था या इस्लाम कबूल करने के लिए पाकिस्तान में हम पर दबाव बनाया जाता था। आज ये बिल आने के बाद अब तक हमको नागरिकता नहीं मिली थी, आज हम सम्मान के साथ जीने की आशा कर रहे हैं क्योंकि बिल लोकसभा में। मान्यवर रेफ्यूजी कैंप शरणार्थियों को अपनी पहचान देने की सबसे बड़ी समस्या है। भट्टी माइंस में ही गारमेंट का काम करने वाली एक लड़की किरण रोते रोते टीवी के सामने बोली, हम नहीं बता सकते कि हम रेफ्यूजी हैं, हम नहीं बता सकते कि हम वहां से आए हैं। जो पूछते थे कितने हैं, क्यों आंकड़ा नहीं आता, इनको मैं कह रहा हूं क्योंकि यहां हमें पाकिस्तानी मानते हैं, इसलिए हम हमारी आइडेंटिटी छुपाते हैं। वहां पर तो हमारे साथ अत्याचार होता ही था, यहां पर भी हमें हमारी आइडेंटिटी छुपानी पड़ती है। अब ये बिल आया है तो हम सम्मान के साथ कहेंगे कि हम भारत देश के नागरिक। मान्यवर शौकत राम अपने परिवार के साथ 13 वर्ष के थे तब आ गए, अब 32 वर्ष के हो गए। वो अपने 3 बच्चियों के पिता भी बन चुके हैं और वो कह रहे हैं हमारा बहुत लंबे समय से एक सपना था कि हम सम्मान के साथ अपने देश के अंदर नागरिक बनकर जी पाएंगे। अब ये हमारा सपना पूरा होगा। बलराम ने अपने मित्रों को पाकिस्तान में सिंध में फोन कर कहा, जय श्री राम, आज हमारे सभी स्वप्न पूरे होने जा रहे हैं। मान्यवर അമിത്ഷാ നടത്തിയ മറുപടികളെ സംഗ്രഹിച്ചു പറഞ്ഞാൽ അമിത്ഷാ പറയുന്നു ആനന്ദ് ശർമ്മയ്ക്കും കപിൽ സിബലിനും മറുപടിയായി ഇന്ത്യ എന്ന ആശയത്തെക്കുറിച്ച് തന്നെ ആരും പഠിപ്പിക്കരുത്, താൻ ഒരു വിദേശിയല്ല, ഇന്ത്യയിൽ ജനിച്ചു വളർന്നവൻ തന്നെ. ഈ ബിൽ മുസ്ലിങ്ങൾക്ക് വിരുദ്ധമാകുമെന്ന് പ്രതിപക്ഷം നുണപ്രചരണം നടത്തുന്നു. ഈ ബിൽ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ ഇന്ത്യയിലുള്ള മുസ്ലിം പൗരന്മാരെ ഉദ്ദേശിച്ചിട്ടുള്ള ബില്ലല്ല. പൗരത്വത്തിന്റെ ഒരു ഭരണഘടനാ പ്രൊവിഷനിലും ഈ ബിൽ മാറ്റം വരുത്തുന്നില്ല. പകരം മൈനോറിറ്റികളായി ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ മുസ്ലിം അധികാര രാജ്യങ്ങളിൽ ചൂഷണത്തിന് വിധേയമാവുന്നവരെ, മൈനോറിറ്റികളെ, ന്യൂനപക്ഷങ്ങളെ സംരക്ഷിച്ചു പിടിക്കുന്ന ബില്ലാണിത്. ഇന്ത്യൻ മുസ്ലിങ്ങൾ ഈ ബില്ലിൽ ആശങ്കപ്പെടേണ്ടതില്ല. ഇന്ത്യ ഒരിക്കലും ഒരു മുസ്ലിം മുക്ത രാജ്യമാവില്ല. और आप इसका विरोध कर रहे हो तब समझना पड़ेगा कि जिन दलित भाइयों को वहां पर एक इस प्रकार के घिनौने मकसद से यहां नहीं आने दिया गया, वो आ जाते हैं तो उनको नागरिक बनाने का बिल हम लेकर आए। मान्यवर हरि सिंह सोढ़ा जो राजस्थान की बॉर्डर पर आए हैं, उन्होंने भी इसी प्रकार से आनंद व्यक्त किया। बांग्लादेशी हिंदू शरणार्थियों के साथ काम करने वाली एक संस्था निखिल बंग नागरिक संघ ने भी वहां कहा कि हम पर वहां जो प्रताड़ना हुई है, मुझे मालूम नहीं पड़ता यहां आने के बाद भी अब तक भारत सरकार सिंधियों या तिब्बतियों की तरह हमें क्यों नहीं स्वीकारा। अब तक आज हम मोदी जी का धन्यवाद कर रहे हैं कि हमें स्वीकारा। मान्यवर ये जो पीड़ा है, ये पीड़ा उन लाखों करोड़ों लोगों की, यहां टेक्निकली आंकड़ा पूछना ये बहुत सरल है, मगर आंकड़ा जो छोटा रहा है ना, मैं अभी भी कहता हूं इसलिए छोटा रहा है कि कांग्रेस सरकारों ने अब तक उनको नागरिकता देने की व्यवस्था नहीं की थी। आज ये बिल पारित होने के बाद, ये सदन मेरा समर्थन कर दे, ये बिल पारित होने के बाद जब नागरिकता शुरू होगी, आंकड़ा मैं भी देखूंगा, आप भी देखेंगे और अगले साल इस पर चर्चा भी करेंगे। मान्यवर कई सारे बातों पर सवाल उठाए गए। एक तो मेरी कई बार समझ में नहीं आता, मैं कांग्रेस के नेताओं का बयान सुनता हूं, शायद कोइंसिडेंट ही होगा, कोई इरादे में कमी नहीं होगी, परंतु कांग्रेस के नेताओं के बयान और पाकिस्तान के नेताओं के बयान कई बार घुल मिल जाते हैं। मान्यवर 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 ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ സർക്കാരും
വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള അഭയാർത്ഥികളെ സ്വീകരിച്ചിട്ടുണ്ട്. ഓരോ കാലഘട്ടത്തിലും അവരെ മാന്യമായി തന്നെ കണക്കാക്കിയിട്ടുണ്ട്. ഇന്ത്യയിലെ ന്യൂനപക്ഷത്തിന് വലിയ ബഹുമാനം കൊടുക്കുന്നു ഇന്ത്യൻ സർക്കാർ. എന്നാൽ അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ന്യൂനപക്ഷങ്ങളെ അവിടുത്തെ സർക്കാരുകൾ വേട്ടയാടുന്നുവെന്ന് അമിത്ഷാ. और कांग्रेस के नेताओं के बयान एक समान है। सर्जिकल स्ट्राइक के वक्त जो बयान दिए गए कांग्रेस के नेताओं, പ്രകോപനപരമായ സ്റ്റേറ്റ്മെന്റ് അമിത്ഷാ രാജ്യസഭയിൽ ഉന്നയിക്കുന്നു. കോൺഗ്രസിന്റെയും പാകിസ്ഥാന്റെയും ഒരേ ശബ്ദമെന്ന് അമിത്ഷാ. അമിത്ഷായുടെ ഈ പ്രസ്താവന പിൻവലിക്കണമെന്ന പ്രതിപക്ഷാംഗങ്ങൾ. राज्यसभയിൽ വീണ്ടും നാടകീയ രംഗങ്ങൾ. कांग्रेस के नेताओं के बयान को यूएन में पाकिस्तान के प्रधानमंत्री ने कोट किया. കോൺഗ്രസിന്റെ നേതാക്കൾ ഇമ്രാൻഖാനെ പോലെ സംസാരിക്കുന്നുവെന്ന് അമിത്ഷാ. सिटीजनशिप अमेंडमेंट बिल के लिए भी कल पाकिस्तान के प्रधानमंत्री का बयान देख लीजिए और आज के कांग्रेस के नेताओं के बयान देख लीजिए. കോൺഗ്രസിനെയും പാകിസ്ഥാനെയും കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുന്നില്ലെന്നും അമിത്ഷാ. രാജ്യസഭയിൽ പ്രകോപനപരമായ പ്രസംഗം. കോൺഗ്രസ് നേതാക്കൾ ചെയ്യുന്നത് പാകിസ്ഥാന്റെ പ്രചരണവേല ഇന്ത്യയിൽ. പ്രസ്താവന പിൻവലിക്കണമെന്ന് പ്രതിപക്ഷം. സഭയിൽ ബഹളം. ആർട്ടിക്കിൾ 370യിലും ദേശീയ പൗരത്വ ഭേദഗതി ബില്ലിന്റെ കാര്യത്തിലും പാകിസ്ഥാന്റെ സ്വരമാണ് കോൺഗ്രസിന് അമിത്ഷാ. बिल का विरोध कांग्रेस पार्टी ने मान्यवर क्यों किया? इसका जवाब दे. ये नाराज होगा, वो नाराज होगा, हम सही काम नहीं करेंगे. मान्यवर, जो सही होता है वो सही होता है. मान्यवर, मान्यवर, मैं इतना ही कहना चाहता हूं कि इस सदन के अंदर और लोकसभा के अंदर मान्यवर, मान्यवर, अब बैठ जाइए. After the minister completes his reply, you can ask clarification if any. കോൺഗ്രസിന്റെ നേതാക്കൾ ഇമ്രാൻഖാനെ പോലെ സംസാരിക്കുന്നു. ആർട്ടിക്കിൾ 370യുടെ കാര്യത്തിലും പൗരത്വ ഭേദഗതി ബില്ലിന്റെ കാര്യത്തിലും പാകിസ്ഥാന്റെ ശബ്ദമാണ് കോൺഗ്രസിന്റെ നേതാക്കൾക്ക്. അമിത്ഷാ പറഞ്ഞ പ്രസ്താവന പിൻവലിക്കണമെന്ന് കോൺഗ്രസ് നേതാക്കൾ. കോൺഗ്രസ് നേതാക്കൾക്ക് പാകിസ്ഥാൻ നേതാക്കളുടെ ശബ്ദമാണെന്ന അമിത്ഷായുടെ പ്രകോപനപരമായ സ്റ്റേറ്റ്മെന്റിനെ തുടർന്ന് രാജ്യസഭയിൽ ബഹളം. അമിത്ഷാ പ്രസ്താവന പിൻവലിക്കണം എന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. अत्याचार हुए, Nothing shall go on record other than what the chairman बताना permits. चाहता हूं मैं. കോൺഗ്രസ് നേതാക്കളുടെയും പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെയും ശബ്ദം ഒന്ന്. ഒരേ സ്വരത്തിൽ ഇരുവരും സംസാരിക്കുന്നുവെന്നാണ് അമിത്ഷായുടെ ആരോപണം. ये जो माइनॉरिटी है वहां की, उस पर जो अत्याचार हुए उसको मैं बताना चाहता हूं मान्यवर. Please. मान्यवर, पाकिस्तान के अंदर सिख और हिंदू लड़कियों का अपहरण कर जबरन धर्म परिवर्तन करा गए. 2014 की एक रिपोर्ट बताती है साहब, मैं पाकिस्तान बोलूं उसमें इनको गुस्सा क्यों आता है? मेरी समझ में नहीं आता. मैं पाकिस्तान की बात कर रहा हूं भैया, आप क्यों गुस्से हो रहे हो? പാകിസ്ഥാന്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഇത്ര പ്രകോപിതരാകുന്നത്? അമിത്ഷാ. पाकिस्तान और अफगानिस्तान के बारे में, बांग्लादेश के बारे में बोल रहे हैं, आप आपत्ति व्यक्त कर रहे हैं. ऐसा मत. आपके बारे में जो रेफरेंस है उस समय पे आप पूछ सकते हैं. की रिपोर्ट ने प्रेस 2014 में कहा 428 हिंदू पूजा स्थलों में से केवल 20 बच गए. 20 बच गए. मान्यवर, ईसाई धर्म की बेटी आसिया बीबी का मामला जग विख्यात है. मान्यवर, 47 में जो 23% वहां पर रिलीजियस माइनॉरिटी थी, अब പാകിസ്ഥാൻ 3.7%. ന്യൂനപക്ഷങ്ങളെ കൈകാര്യം ചെയ്യുന്ന രീതി അറിയണമോ എന്ന് അമിത്ഷാ. സിഖുകാരെയും ഹിന്ദു സ്ത്രീകളെയും जब तक പാകിസ്ഥാൻ തിരഞ്ഞു പിടിച്ച മതപീഡനത്തിനും മതചൂഷണത്തിനും വിധേയമാക്കുന്നുണ്ടെന്ന് അമിത്ഷാ. रहमान की सरकार गई, ഈ ബിൽ അവർക്കുള്ള സംരക്ഷണമാണെന്നും അമിത്ഷാ. कानून की तरह वहां की धार्मिक लघुमतियों पर अत्याचार हुए. मान्यवर,
मैं आपको നമുക്ക് बताता വടക്കു हूं കിഴക്കൻ कि സംസ്ഥാനങ്ങളിലെ ढेर सारे അക്രമങ്ങളുടെ ദൃശ്യങ്ങൾ കൂടി बांग्लादेशी തൽക്കാലം പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അവിടെ यहाँ അസാമിൽ शरण में आने का പ്രതിഷേധം ശക്തമാകുന്നു. നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. छोटे ग्राम का केवल ग्राम में अक्टूबर അസാമിൽ 1990 में പ്രതിഷേധം ശക്തം. കനത്ത സുരക്ഷാ വലയത്തിലാണ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ. രാജ്യസഭയിൽ ബില്ലിനെ കുറിച്ചുള്ള ചർച്ച നടക്കുന്ന വേളയിൽ തന്നെ അസാമിൽ പലയിടങ്ങളിലും പ്രതിഷേധം പുറത്തേക്ക്. അസാമിൽ കർഫ്യൂ ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ്. അസാമിൽ കർഫ്യൂ ഏർപ്പെടുത്തിയിരിക്കുന്നു. കർഫ്യൂവിനെ വകവയ്ക്കാതെ പ്രതിഷേധം റോഡിലേക്ക് പരക്കുന്നു അസാമിലും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും. की चिंता कर रही है, इसके लिए प्रबंध भी कर रही है, मगर एक लंबा कालखंड गया जिसके तहत धार्मिक प्रताड़ना के मारे ये लोग अपने देश में आए हैं. इनको शरणार्थी को नागरिकता देने के लिए ये बिल है. मान्यवर 1992 में के पूर्व अफगानिस्तान में 2 लाख सिख और हिंदू थे. अब 2018 में यूएन के एक रिपोर्ट के अनुमान से केवल 500 सिख और हिंदू परिवार बचे. 2 लाख में से सिर्फ 500. मान्यवर हमें मालूम है कि बमियान के अंदर बुद्ध की, भगवान बुद्ध की बड़ी प्रतिमा थी. तोपें चलाई गई, उसको उड़ाया गया, सारे बुद्ध स्तूपों को तोड़ दिया गया. वहां से सारे भगत भागकर भारत आए. इनकी रक्षा के लिए पूजा स्थल पर जाने की वहां मान्यवर मनाही है. मुस्लिमों की आलोचना करने की मनाही है. अल्पसंख्यकों ने अपने घर पर निशानी के तौर पर अपमानित तरीके से एक पीला कपड़ा टांगना पड़ता है. हिंदू और सिख महिलाओं ने अपना कपड़े का कलर कोई भी हो. ന്യൂനപക്ഷങ്ങളെ അഫ്ഗാനിസ്ഥാൻ വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി വേട്ടയാടുന്നു. നിങ്ങളത് കണ്ടില്ലേ എന്ന് അമിത്ഷാ. पहनना भी कई प्रांतों में अफगानिस्तान के कंपलसरी कर दिया. പാകിസ്ഥാനിൽ സിഖുകാരും ഹിന്ദു വനിതകളും പ്രോസിക്യൂഷന് വിധേയമാവുന്നത് നിങ്ങൾ കണ്ടില്ലേ എന്ന് അമിത്ഷാ. अत्याचार पाकिस्तान के अंदर हुए. എവിടെയൊക്കെ മുസ്ലിം അധികാരികൾ ഭരണത്തിലുണ്ടോ അവിടെയെല്ലാം बताना चाहता हूं मानवर, മൈനോറിറ്റീസ്, ന്യൂനപക്ഷം വേട്ടയാടപ്പെടുന്നുവെന്ന് അമിത്ഷാ. पाकिस्तान में ईसाइयों के साथ बहुत बुरा सलूक हो रहा है. उन्हें अछूत समुदाय माना जाता है. मतपीड़नത്തിന്റെ उनकी जीवन की കണക്കുകൾ दशा നിരത്തുന്നു दयनीय है. അമിത്ഷാ. बेहद गरीबी की स्थिति में मलिन बस्ती में रहने के लिए उनको मजबूर किया गया है. एक केरल के पादरी को वहां उठाकर ले गए थे. हमारे प्रधानमंत्री नरेंद्र मोदी जी ने इंटरवीन कर उनको छुड़ाने का काम किया. जुलाई 2010 में कराची के बगल में मुराद मेमन गोट में 150 क्रिश्चियन लोगों की बस्ती पर हमला किया और 34 से ज्यादा मौत के घाट उतार दिए गए. चर्च को तोड़ दिया गया. मान्यवर 2002 में कुछ बंदूकधारियों ने तक्षशिला के क्रिश्चियन अस्पताल में बम फेंके, जिसमें 2 नर्स और 2 नन सहित 4 लोगों की मौत हुई, 25 घायल हुए. 2009 में कुछ अज्ञात बंदूकधारी ने कराची शहर के बीचों बीच क्रिश्चियन चैरिटी संस्था पर हमला कर 6 लोगों को मार दिया, 24 घायल हुए. പാകിസ്ഥാൻ വേട്ടയാടിയത് കേവലം ഹിന്ദു സ്ത്രീകളെയും സിഖുകാരെയും മാത്രമല്ല, ക്രിസ്ത്യൻ സമുദായത്തെയും പാകിസ്ഥാൻ വേട്ടയാടിയിട്ടുണ്ടെന്ന് കണക്കുകൾ ഉദ്ധരിച്ച് അമിത്ഷാ. അഫ്ഗാനിസ്ഥാനിൽ ഹിന്ദുക്കൾ വേട്ടയാടപ്പെട്ടു പതിറ്റാണ്ടുകളോളം. പാകിസ്ഥാനിൽ ഹിന്ദു സ്ത്രീകളും സിഖുകാരും വേട്ടയാടപ്പെട്ടു. ക്രിസ്ത്യാനികളെയും അവർ ഒഴിവാക്കിയില്ല. ഇവരെ ചേർത്തു പിടിക്കേണ്ടത് ഇന്ത്യയുടെ ധർമ്മമെന്നും അമിത്ഷാ. हमला किया और पूरे चर्च को ध्वस्त कर दिया. मान्यवर 2009 में गोजारा के दंगों में ईसाई अल्पसंख्यकों के खिलाफ लगातार हमले हुए. പാകിസ്ഥാനിലെ ന്യൂനപക്ഷ പീഡനത്തിന്റെ കണക്കുകൾ എണ്ണിപ്പറയുന്നു അമിത്ഷാ. कम से कम 20 लोगों को मार दिया और ढेरों घायल हुए. 2013 में लाहौर की ईसाई बस्तियों को मुसलमानों ने हमला कर 100 से ज्यादा घर जला दिए, जिसमें 20 लोग जिंदा जल പാകിസ്ഥാനിൽ गए. പള്ളികൾ ലക്ഷ്യമിട്ടു ഭൂരിപക്ഷ സമുദായത്തിന്റെ സർക്കാർ. मैं तो इसको रिकॉर्ड पर भी रखना चाहता हूं. ഇന്ത്യ എപ്പോഴും ന്യൂനപക്ഷങ്ങളെ സംരക്ഷിച്ചു പിടിച്ചു നിർത്തി, ന്യൂനപക്ഷങ്ങളെ വളർത്തി, ന്യൂനപക്ഷത്തെ ഊട്ടി. പക്ഷേ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ ന്യൂനപക്ഷത്തെ പീഡിപ്പിച്ചു. പാകിസ്ഥാനിൽ പതിറ്റാണ്ടുകളോളം ക്രിസ്ത്യൻസിനെ വേട്ടയാടി, അഫ്ഗാനിസ്ഥാനിൽ ഹിന്ദുക്കളെ വേട്ടയാടി, ബംഗ്ലാദേശിലും അഫ്ഗാനിസ്ഥാനിലും സിഖുകാരെയും ഹിന്ദു സ്ത്രീകളെയും വേട്ടയാടി. अभी मेरा भाषण चल रहा है भैया. मैं नहीं सुन रहा हूँ, आप चिंता मत करिए. मान्यवर, ये जो लोग चिंता कर रहे हैं कि माइनॉरिटी का इस देश के माइनॉरिटी की और मुसलमानों के साथ अन्याय होगा,
ये नहीं ന്യൂനപക്ഷാവകാശ ലംഘനങ്ങളുടെ കണക്കുകൾ എണ്ണിപ്പറയുന്നു അമിത്ഷാ. ബംഗ്ലാദേശിലും അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും अंतिम बजट था, इसमें माइनॉरिटी कल्याण के लिए 3500 करोड़ थे. സർക്കാർ സംവിധാനം അറിഞ്ഞുകൊണ്ടുള്ള ചൂഷണമാണ് പാകിസ്ഥാനിൽ നടക്കുന്നതെന്ന് അമിത്ഷാ. मान्यवर कई सारे उस्ताद से लेकर उनके रोजगारी के ढेर सारे कार्यक्रम यहाँ चालू हुए. इस देश का वाइस प्रेसिडेंट मुस्लिम बन सकता है, प्रेसिडेंट बन सकता है, इलेक्शन कमीशन का चेयरमैन और सीआई भी बन सकता है. ഇന്ത്യ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ഏറ്റവും ഉയർന്ന പദവികൾ നൽകിയ ഈ രാജ്യം कभी पर भी ഇന്ത്യയുടെ പ്രസിഡന്റ് പദവിയിലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പദവിയിലും രാജ്യസഭയുടെ ചെയർമാനായും വൈസ് പ്രസിഡന്റായും ഒക്കെ ന്യൂനപക്ഷ പദവികളിലുള്ളവർക്ക് അവസരം കൊടുത്തു ഇന്ത്യ. എന്നാൽ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ബംഗ്ലാദേശിലും ക്രിസ്ത്യൻസിനെയും സിഖുകാരെയും ഹിന്ദുക്കളെയും വേട്ടയാടുന്ന മുസ്ലിം ഭരണാധികാര രാഷ്ട്രങ്ങളാണെന്ന് ഓർമ്മിക്കണമെന്നും അമിത്ഷാ. इस देश के मुसलमानों की नागरिकता को किसी भी दृष्टि से हर्ट नहीं करेगा. ये नागरिकता देने का बिल है, नागरिकता लेने का बिल नहीं है. दूसरी बात, मैं इतना ही कहना चाहता हूं, अगर इसी दृष्टि से सोचे तो फिर तो दुनिया में जितने लोग हैं सबको हमने नागरिकता दे देनी चाहिए. कौन से देश में ऐसा प्रावधान है? ह्यूमन राइट के चैंपियन देश सारे हैं, वहां जरा कोई एक भारत का नागरिक को नागरिकता दिलाकर देख ले. दे सकते हैं क्या? ले सकते हैं क्या? हर देश ने अपने कानून बनाए, हम भी अपना कानून बना रहे हैं. हर एक को यहाँ नागरिकता नहीं मिल सकती. एक स्पेशल क्लास के लिए एक एक्ट लेकर आए हैं. രാജ്യസഭയിൽ അമിത്ഷാ ന്യൂനപക്ഷ പീഡനങ്ങളുടെ കണക്കുകൾ അക്കമിട്ടെണ്ണിപ്പറയുന്നു. അഫ്ഗാനിസ്ഥാനിൽ വേട്ടയാടപ്പെടുന്ന സിഖുകാർ, പാകിസ്ഥാനിൽ വേട്ടയാടപ്പെടുന്ന ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും, ബംഗ്ലാദേശിൽ വേട്ടയാടപ്പെടുന്ന ഹിന്ദുക്കൾ. Whoever is shouting, I have noted, I will not give them an opportunity. Whatever you may want to do. I am going to give opportunity to other members who are hearing. അമിത്ഷായുടെ പ്രസംഗം തടസ്സപ്പെടുത്തുന്നവരും സഭയിൽ ഉച്ചത്തിൽ സംസാരിക്കുന്നവരുടെയും താക്കീത് ചെയ്യുന്നു വൈസ് പ്രസിഡന്റ്. രാജ്യസഭയെ ഭീഷണിപ്പെടുത്തുകയാണോ എന്ന് നിങ്ങൾക്ക് അവസരം വേണമോ? അവസരം വേണമെങ്കിൽ മിണ്ടാതിരിക്കാൻ രാജ്യസഭാ ചെയർമാൻ sent a note, Honorable Home Minister, that he has not even spoken in the debate. His name was taken, so you want to clarify, please. थैंक यू सर. बहुत बहुत धन्यवाद माननीय सभापति महोदय. माननीय गृह मंत्री जी की बड़ी അമിത്ഷാ പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ സഭയിൽ പ്രതികരിക്കാൻ അവസരം കിട്ടാത്ത നേതാവിന് അവസരം കൊടുക്കുന്നു രാജ്യസഭാ ചെയർമാൻ. मैं बड़ा आभारी हूं आपका. पहला तो मेरा आपसे प्रश्न ये है कि राजस्थान के मुख्यमंत्री ने देश के गृह मंत्री को पत्र लिखा, उसमें दिग्विजय सिंह बीच में कहां से आ गया? Right. दूसरा मेरा प्रश्न यह है, दूसरा माननीय, आपने कहा मुसलमानों के तुष्टीकरण और भयभीत होने की बात. वाकई में एनआरसी से लेकर सीए कैप तक Right. आपने, What is your question? सर माय क्वेश्चन इज, मेरा सवाल इतना सा है और ऑब्जर्वेशन भी है कि एनआरसी से लेकर कैप तक इस देश के मुसलमानों में भय है. इस बात को आपको स्वीकार करना पड़ेगा. Right. और सर Right. हो गया. No, you can't make a speech again. Sir, you cannot make. There is no such provision. Sir. Sri Anand Sharma. सर श्री आनंद शर्मा जी के मामले में आपने बात नहीं. बहुत बधाई आपको. അമിത്ഷായുടെ പ്രസംഗത്തിന് ശേഷവും പോയിന്റ് ഓഫ് ഓർഡർ വിളിച്ച കോൺഗ്രസ് നേതാക്കൾക്ക് പോയിന്റ് ഓഫ് ഓർഡർ ഉന്നയിക്കാനുള്ള അവസരം കൊടുത്ത ചെയർമാൻ പക്ഷേ ദീർഘമായ പ്രസംഗം നീളുന്നതിൽ അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്നു. Not going on record, Sri Anand Sharma ji. ആനന്ദ് ശർമ്മയ്ക്കുള്ള അവസരം കൊടുക്കുന്നു. Clarification. I will not give, no? Sir, obey the rules and then everybody will get it out. धन्यवाद सभापति महोदय. मैं आपके माध्यम से माननीय गृह मंत्री जी से एक स्पष्टीकरण चाहता हूं और एक प्रश्न है. क्योंकि ये जो माननीय गृह मंत्री जी ने कहा कि ये एक्ट लाए हैं, पहली बात ये है कि ये एक्ट तो 1955 का है, इसमें 9 बार जी इसमें संशोधन का बिल है. पर क्योंकि आपने कहा कि 72 साल तक ये लोग लाखों करोड़ लोग जितने भी संख्या हो, उस बहस में मैं नहीं जाता, इन लोगों को किसी ने इनकी पीड़ा नहीं सुनी, पुकार नहीं सुनी और बात नहीं सुनी.
मेरा सीधा प्रश्न ये है, क्योंकि मैंने सुबह इस बात को कहा था कि जब संविधान बना था भारत का, संविधान में बंटवारे के बाद, पार्टीशन के बाद जो विस्थापित उत्पीड़ित लोग थे, उनको बिना किसी रोक के भारत में आने का, भारत की नागरिकता लेने का प्रावधान संविधान ने किया। दूसरी बात कि जहां तक प्रश्न है सिटीजनशिप एक्ट का, क्योंकि इसमें तमाम वो लोग शामिल हैं, जैसे मैंने कहा जो जन्म से, हाँ, मैं प्रश्न सीधा कर रहा हूं सर। मैंने आर्टिकल 6 का भी जिक्र किया था, और जो संविधान का ये जो आप लाए हैं संशोधन बिल, वो 1955 का जो बिल है उसके 3 जगह पे उसमें प्रस्तावना आपने की है। एक तो सिटीजनशिप एक्ट के, एक तो 21A, उसमें आपने ये एडिशन किया है। Swanand ji, you have to ask clarification. You can't again make. एक Please. दूसरा जो 6 में है शेड्यूल 3 का, उसमें आपने स्वयं कहा है പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇപ്പോൾ ആനന്ദ് ശർമ്മ അമിത്ഷായോട് ചോദിക്കുന്നത് പൗരത്വ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട്। तो क्या ये कहना उचित होगा कि 72 साल तक वो तमाम लोग जो बंटवारे से, पार्टीशन से प्रभावित हुए, पाकिस्तान चले गए, चाहे पूर्वी पाकिस्तान या पश्चिम पाकिस्तान, उनको भारत की नागरिकता और भारत में आने का सम्मान से कोई अधिकार नहीं था? ये ऐसी बात उचित नहीं होगी। स्पष्टीकरण चाह रहा हूँ। और दूसरा, वो मान रहे हैं, आप 1 मिनट सुन तो लीजिए सर, 1 मिनट। मैं बैठ जाऊंगा, स्पष्टीकरण तो पूर्ण हो जाए, वरना स्पष्टीकरण में भी त्रुटि रह जाएगी, कमी रह जाएगी। स्पष्टीकरण जो बाकी आपने बताया कि सरकारों ने अलग अलग समय पर आवश्यकता के अनुसार देश की नागरिकता दी है, आपने उदाहरण दिए, तो क्या ये कहना उचित है कि कोई प्रावधान हमारे पास नहीं था, ऐसी परिस्थितियों में भारत सरकार को अधिकार नहीं थे नागरिकता देने का? ये स्पष्टीकरण। One among them, सुकेन से कर रहे हैं। चाहे मैंने तो भाषण नहीं दिया, अभी भी नहीं दूंगा। അമിത്ഷാ Whether countries of origin of the non-citizens അവതരിപ്പിച്ച or so-called illegal ബില്ലിനോട് immigrants would be identified ക്ലാരിഫിക്കേഷൻ and to be ആവശ്യപ്പെടുകയാണ് deported to മുതിർന്ന such കോൺഗ്രസ് countries നേതാക്കൾ. from where they came, or they will be confined to inhuman detention camps till their death. Right. See, Tapan Das Gupta. Whoever has defied the chair consistently shouted they are not going to be called at all. Very clear. Sir, don't have any this thing. Sir, I just want a clarification. തൃണമൂൽ കോൺഗ്രസ് എം പി Sir, I just want a Sukhendu clarification from Mr. Vaiko. Can I just speak? You have to sit down, please. Sir, I want a clarification from the Union Home Minister that there has been a statement by the Chief Minister of a particular state, I'm not naming that state, that the Citizenship Amendment Bill will not be allowed to be implemented. I want to know from him whether this is a bill for all India or it excludes apart from the, പഞ്ചാബ് മുഖ്യമന്ത്രി അമരീന്ദർ സിംഗിന്റെ പ്രസ്താവനയാണ് ഇപ്പോൾ എം പി ചോദിക്കുന്നത് ഹോം മിനിസ്റ്ററോട്. Sri Kapil Sibal, your name, you wanted to. I want a clarification, but I just want to mention that... No, you can only cast for... No, so 1 second. I'll just take 30 seconds. Yeah. That I am deeply disturbed by the kind of statements that have been made, which actually tend to destroy what this nation stands for. And I request the Home Minister that this should not be done to protect the secular fabric of this country. Yes. രാജ്യത്തിന്റെ മതേതരത്വ ചട്ടക്കൂടിനെ തകർക്കുന്നതാണ് ബില്ലെന്ന് ആവർത്തിച്ച് കപിൽ സിബൽ. कथन उद्धृत किया माननीय मंत्री जी ने, दरअसल वो उस वक्त थे नहीं यहाँ, इसलिए उसे दोबारा से सही कर ले। मैं क्लैरिफिकेशन ये चाहता हूँ कि नेहरू लियाकत एग्रीमेंट में अफगानिस्तान कैसे कवर होता है, और दूसरी बात मैं ये पूछना चाहता हूँ ഈ ബിൽ നെഹ്റു ലിയാഖത്ത് പ്ലാന്റെ തുടർച്ചയാണ് എന്നാണ് ബിജെപി പറഞ്ഞത്. അതിനോടുള്ള ചോദ്യമാണ് ഇപ്പോൾ എം പി ചോദിക്കുന്നത്. रिलीजियस माइनॉरिटीज എങ്ങനെ के काम चल सकता നെഹ്റു है, ലിയാഖത്ത് तो പ്ലാനിൽ इसमें धर्मों അഫ്ഗാനിസ്ഥാൻ के नाम ഉൾപ്പെടും का എന്ന बगार ചോദ്യം. लगाने की क्या जरूरत? Sri Vinay Viswam. Sir, ബിനോയ് വിശ്വം കേരളത്തിൽ നിന്നുള്ള CPI എം പി narrated the series of atrocities against Hindus in Pakistan. Three people. My question is that is not he aware of the countless attacks
taking place in India against Hindus and poor Dalits. ഇന്ത്യക്കുള്ളിൽ ദളിതർക്കെതിരെ ആക്രമണങ്ങൾ ഉണ്ടായതിനെ കുറിച്ച് ആഭ്യന്തരമന്ത്രിക്ക് അറിയില്ലേ? പാകിസ്ഥാനിലെ ഹിന്ദുക്കൾ വേട്ടയാടപ്പെടുന്നതിനെ കുറിച്ച് സംസാരിച്ചുവല്ലോ ആഭ്യന്തരമന്ത്രി എന്നാണ് ബിനോയ് വിശ്വം ചോദിച്ചത്. Minister has given elaborate reply. Still clarification have been asked. He is responding. Please sit down. Please sit down. ഇനി അമിത്ഷാ I have ഈ given ചോദ്യങ്ങൾക്കുള്ള 3 people മറുപടി from the പറയാൻ Congress വീണ്ടും party also. എഴുന്നേൽക്കുന്നു. ऐसा नहीं. Please. എല്ലാ Mantri ji. ക്ലാരിഫിക്കേഷനും Mantri. അമിത്ഷാ ഉത്തരം നൽകുമെന്ന് അമിത്ഷാ Please. Mr. Vaiko, please sit down. No, I have not permitted you. I have not permitted you. Please sit down. Please sit down. Why are you testing the patience of the entire house and country? सभापति महोदय, श्रीमान दिग्विजय सिंह जी ने कहा कि मुस्लिमों में भय है सीएबी का। मैं अभी भी स्पष्टता कर देता हूं, आप भी बाद में करिए, बाद में प्रेस में जाकर नहीं, बाद में जाकर आप भी करिए कि गृह मंत्री ने कहा है कि डरने की जरूरत डरने की जरूरत नहीं है सीएबी से। Anand ji, even if the minister accepts, I am not going to give chance. I am conducting the house. डरने की जरूरत नहीं है। सिटीजनशिप अमेंडमेंट बिल में किसी के भी नागरिकता लेने का प्रावधान नहीं है, नागरिकता देने का प्रावधान। तो दिग्विजय सिंह जी जो कह रहे हैं माननीय सदस्य श्री कि मुसलमानों के मन में भय है, मैं भी कहूंगा, आप भी कहिए, डरिए मत। इसमें कोई भारत के नागरिक मुसलमान को कोई चिंता करने की जरूरत नहीं है, एक बात। दूसरा, उन्होंने कहा कि 72 साल, मैं 72 साल नहीं बोला, 70 साल बोला, और 70 साल से ये जो बांग्लादेश से शरणार्थी आए हैं उनके लिए कानून पहली बार हम लेकर आए, इसलिए मैंने कहा, और एक लार्ज रेफरेंस में कहा है, इसको एकदम संख्या वगैरह में मत पकड़िए आनंद जी। दूसरा, सुखेंदु रॉय जी ने कहा कि बहुत सारे लोगों को डिटेंशन कैंप में, किसी को डिटेंशन कैंप में नहीं जाना पड़ेगा, सीएबी में नागरिकता देना है। जो नेचुरल डिटेंशन कैंप बन गए हैं रेलवे के आसपास और खुली बस्तियों में, वो बेचारे अब अच्छे घर में रह पाएंगे, ऐसी व्यवस्था होगी, किसी को डिटेंशन कैंप में नहीं जाना पड़ेगा। मैं स्वपन दास जी को कहना चाहता हूं, आपने बड़ी मर्यादा से कहा, आप थोड़े शिष्ट के साथ बोलने वाले व्यक्ति हो, सबका लिहाज करते हो, पर मैं स्पष्टता से मंत्री जी, आप कि बंगाल, मंत्री जी कृपया मेरे ओर आपके माध्यम से कहना चाहता हूं कि बंगाल समेत सारे देश के अंदर और श्री जावेद अली खान ने कहा कि नेहरू लियाकत जो समझौता हुआ उसमें अफगानिस्तान कहां से आता है? मान्यवर, अफगानिस्तान जब पहले भारत की सीमाओं पर था तब वहां की परिस्थिति अलग थी। बीच में एक इस्लामिक स्टेट आने के कारण वहां की भी धार्मिक माइनॉरिटी पर बहुत सारे अत्याचार हुए हैं, इसलिए अफगानिस्तान को भी, क्योंकि हमारी 130 किलोमीटर की सीमा सटी हुई है, इसमें समाहित किया है। श्री बाजवा जी, as an exception, I am not going to make any exception here after all. Okay, sir. Thank you, sir. Please ask. Sir, मैंने एक मिनट, just Please sit down, Santan Hussain, Sir, please. I will, मैंने एक क्लैरिफिकेशन लेनी थी होम मिनिस्टर साहब से कि आपने मिनॉरिटीज के लिए तीनों देशों में जहां प्रोसिक्यूशन हो रही है अलाउ की ये फैसिलिटीज, परसिक्यूशन हमारे ही इसी देश में जो मेरा गांव है कादियान, उसका नाम है गुरदासपुर में, एक बहुत बड़ी कम्युनिटी है नोन एज कादियानीज और अहमदियर्स। They are being prosecuted in Pakistan since 1974. So what is your clarification? हमारी गुजारिश ये है, जो ये आप इनको अलाउ किया है, will you allow them also if they want to come here? But इसमें मुस्लिम वाली बात, they have been declared non-Muslims. ह्यूमैनिटेरियन ग्राउंड्स पर हिंदुस्तान माना जाता है, आप काइंडली बड़ा दिल दिखाएं, उनको भी अलाउ कीजिए। ये मैं क्या पूछना मंत्री जी प्लीज, बजवा जी प्लीज। मान्यवर, एक कानून में जो संशोधन लेकर मैं आया हूं, क्योंकि ये 6 धर्मों के बहुत सारे लोग आए हैं, मैंने पहले भी कहा कि मुसलमानों को भी एप्लीकेशन कर नागरिकता मांगने का अधिकार है, हम नागरिकता देते भी है, और इस रूल के कानून के तहत नागरिकता देने का प्रोविजन है जो डिलीट नहीं कर रहे हैं, और गत 5 साल के अंदर 566 से ज्यादा मुसलमानों को नागरिकता दिया गया। I shall put the amendment moved by Sri K.K. Ragesh for reference of the Citizenship Amendment Bill 2019 as passed by the Lok Sabha to a Select Committee of Rajya Sabha to vote. The question is that the bill further to amend the Citizenship Act 1955
as passed by Lok Sabha be referred to a Senate Committee of the Rajya Sabha consisting of the following members: K.K. Ragesh, V.K. Hari Prasad, Tiruchi Siva, Yadamaram Karim, Binay Viswam, Manoj Kumar Jha, Sri Sanjay Singh, with instruction to report the last date of the first week of the next session of the Rajya Sabha. Those in favor will please say aye. Those against say will please say no. I think the noes have it. The noes have it. ബില്ലിലെ അമെൻമെന്റിന്മേലുള്ള വോട്ടെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. കെ രാഗേഷ് അടക്കം സമർപ്പിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഭേദഗതിക്ക് വേണ്ടിയുള്ള പ്രമേയം വോട്ടിനിട്ട് തള്ളുന്നു. വോട്ടെടുപ്പ് ഡിവിഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നു കെ രാഗേഷ്. ഇനി ഭേദഗതികളുടെ പ്രമേയം 43 ഭേദഗതികളാണ് ബില്ലിന് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. ആ 43 ഭേദഗതികൾ ഓരോ ഭേദഗതികളായി വോട്ടിനിട്ട് തള്ളുകയോ കൊള്ളുകയോ ചെയ്യണം. അതിൽ ആദ്യ ഭേദഗതി ഇപ്പോൾ തള്ളിയിരിക്കുന്നു. ഇപ്പോൾ ഭേദഗതി നമ്പർ 1 സഭയ്ക്ക് പുറത്തു പോകണമെന്നുള്ളവർക്ക് പോകാം. ഇപ്പോൾ സഭയിലെ മൊത്തം അംഗസംഖ്യ 235. ബില്ല് പാസ്സാക്കാൻ വേണ്ടത് ഇപ്പോഴുള്ള അംഗസംഖ്യ പ്രകാരം 118 അംഗങ്ങൾ. സർക്കാരിന്റെ കയ്യിലുള്ളത് 124 അംഗങ്ങൾ. എതിർപക്ഷത്തുള്ളത് 111 അംഗങ്ങൾ. ബില്ല് പാസ്സാക്കാൻ വേണ്ടത് 118 അംഗങ്ങളുടെ സംഖ്യ മാത്രം. രാജ്യസഭ ഇപ്പോൾ സെലക്ട് പാനലിലേക്ക് വിടണം എന്ന പ്രമേയം, ഒരു സെലക്ട് കമ്മിറ്റിക്ക് വിടണം രാജ്യസഭയിൽ എന്ന ഈ പ്രമേയമാണ്. ഈ ബില്ല് ഇപ്പോൾ സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന പ്രമേയമാണ് വോട്ടിനിടുന്നത്. സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന പ്രമേയം പാസ്സാവുകയാണെങ്കിൽ ഈ ബിൽ ഈ സെഷനിൽ നിയമമാവില്ല. സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന പ്രമേയം ഇപ്പോൾ തള്ളുകയാണെങ്കിൽ ഈ ബിൽ ഈ ഘട്ടത്തിൽ തന്നെ ഇനി ബില്ല് പാസ്സാകുന്നതോടുകൂടി പ്രസിഡന്റ് ഒപ്പിടുന്നതോടുകൂടി നിയമമായി തീരുകയും ചെയ്യും. ഒരു സെലക്ട് കമ്മിറ്റിക്ക് ഈ ബിൽ വിടണം എന്ന പ്രമേയം ഇപ്പോൾ രാജ്യസഭ വോട്ടിനിടുന്നു. ഇപ്പോൾ സർക്കാരിന്റെ കയ്യിൽ 124 പേരുണ്ട്. 118 മതി ഭൂരിപക്ഷത്തിന്. സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന പ്രമേയം ശബ്ദ വോട്ടോടുകൂടി തള്ളിയിരുന്നു. പക്ഷേ കെ രാഗേഷ് വോട്ടിംഗ് ആവശ്യപ്പെടുകയായിരുന്നു. ഇപ്പോൾ സഭയിലുള്ള അംഗങ്ങളുടെ എണ്ണം 235. ഭൂരിപക്ഷത്തിന് വേണ്ടത് 118. സർക്കാരിനൊപ്പമുള്ളത് 124, പ്രതിപക്ഷത്തുള്ളത് 111. കണക്കിൽ കംഫർട്ടബിൾ ആണ് സർക്കാരും ബില്ലും. വോട്ടിംഗ് നടക്കുന്നു. ആദ്യ ഭേദഗതിയിൽ വോട്ടിംഗ് നടക്കുന്നു. സെലക്ട് കമ്മിറ്റിക്ക് ഈ ബിൽ വിടണമെന്ന പ്രമേയത്തിന്മേലാണ് ഇപ്പോൾ വോട്ടിംഗ് പുരോഗമിക്കുന്നത്. ഈ വോട്ടിംഗ് വളരെ കൃത്യമായും നമ്മളോട് പറയും ഈ ബില്ലിന് അവസാനം പാസ്സാക്കുന്നത് എത്ര പേർ, എതിർക്കുന്നത് എത്ര പേർ എന്നുള്ളതിന്റെ സൂചന ആദ്യത്തെ ഈ ഭേദഗതിയുടെ പ്രമേയത്തിന്മേലുള്ള വോട്ടെടുപ്പിൽ വ്യക്തമാകുന്നതോടുകൂടി നമുക്ക് മനസ്സിലാവും. ഓർമ്മിപ്പിക്കട്ടെ, സഭയിൽ ഇപ്പോൾ മൊത്തമുള്ളത് 235 അംഗങ്ങൾ. സഭയിൽ ഭൂരിപക്ഷത്തിന് വേണ്ടത് 118. സർക്കാരിനോടൊപ്പമുണ്ടെന്ന് നമ്മൾ കരുതുന്നത് 124. കോൺഗ്രസിന്റെയും എതിർപക്ഷത്തും ബില്ലിനെ എതിർക്കുന്നവർക്കൊപ്പമുള്ള എതിർചേരിയിൽ 111 പേർ. സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന പ്രമേയത്തെ ആരെങ്കിലും അനുകൂലിക്കുകയാണെങ്കിൽ ഇനിയും കോൺഗ്രസ് പക്ഷത്തു നിന്ന് ഈ ബില്ലിനെ സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന അഭിപ്രായത്തെ അനുകൂലിക്കുന്നവരോടൊപ്പം BJP പക്ഷത്തു നിന്നുള്ളവരാരെങ്കിലും ചേരുമോ എന്നതാണ് അറിയേണ്ടത്. ഇപ്പോൾ ഭേദഗതിയിൽ വോട്ടെടുപ്പ് നടക്കുന്നു. സെലക്ട് കമ്മിറ്റിക്ക് വിടണമോ എന്ന പ്രമേയത്തിന്മേലുള്ള വോട്ടെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. സെലക്ട് കമ്മിറ്റിക്ക് ഈ ബിൽ വിടണോ എന്ന പ്രമേയത്തിലുള്ള വോട്ടെടുപ്പ് വളരെ നിർണായകമായ നിമിഷങ്ങളാണ് ഇപ്പോൾ രാജ്യസഭയിൽ നടക്കുന്നത്. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ചർച്ചയുടെ സംവാദത്തിന്റെ ചാരുത വ്യക്തമാക്കിയ രാജ്യസഭയിലെ ചൂടേറിയ ചർച്ചയ്ക്കൊടുവിൽ 7 മണിക്കൂർ നീണ്ട ചർച്ചയ്ക്കൊടുവിൽ 7 മണിക്കൂറും 54 മിനിറ്റും നീണ്ടുനിന്ന ചർച്ചയ്ക്കൊടുവിൽ രാജ്യസഭ ബില്ല് ചർച്ചയ്ക്ക് ശേഷം ഇപ്പോൾ ഭേദഗതി വോട്ടിനിടാൻ പോകുന്നു. എത്ര പേർ ഈ ബില്ലിനെ സെലക്ട് കമ്മിറ്റിക്ക് വിടും എന്ന പ്രമേയത്തെ അനുകൂലിക്കും? എത്ര പേർ ഈ ബില്ല് സെലക്ട് കമ്മിറ്റിക്ക് വിടരുത് എന്ന് അഭിപ്രായപ്പെടും? സർക്കാരിന്റെ പക്ഷത്തുള്ളവർ സ്വാഭാവികമായും സെലക്ട് കമ്മിറ്റിക്ക് ബിൽ വിടരുതെന്ന് ആവശ്യപ്പെടും. എത്ര പേർ? കണക്കുകൾ ഇപ്പോൾ നമ്മളോട് പറയും. ഈ ബില്ലിനെ അനുകൂലിക്കുന്നവർ എത്ര, ബില്ലിനെ എതിർക്കുന്നവർ എത്ര? ഡിവിഷൻ വോട്ടിംഗ്.
ചരിത്ര ബില്ലെന്ന് അമിത്ഷായും ഇന്ത്യയുടെ ആത്മാവിനെ മുറിവേൽപ്പിച്ച ബില്ലെന്ന് ആനന്ദ് ശർമ്മയും ഇത് മതേതരത്വത്തിന്റെ ചട്ടക്കൂടിനെ തകർക്കുന്നുവെന്ന് കപിൽ സിബലും നാസി ജർമ്മനിയിൽ നിന്ന് കോപ്പിയടിച്ചതെന്ന് ഡെറിക് ഒബ്രിയനും വിശേഷിപ്പിച്ച ദേശീയ പൗരത്വ ഭേദഗതി ബിൽ സെലക്ട് കമ്മിറ്റിക്ക് വിടണമോ എന്ന പ്രമേയത്തിലുള്ള വോട്ടെടുപ്പ്. The chair cannot combine it. Please. ഓരോ അംഗങ്ങളും അവരുടെ ടേബിളിലുള്ള വോട്ടിംഗ് സ്വിച്ചിൽ ഇപ്പോൾ വിരലമർത്തുന്നു. യെസ് അല്ലെങ്കിൽ നോസ്. और जिन्होंने मेरे अनुमति दिया स्वास्थ्य के कारण से उनको अनुमति है, अदरवाइज एवरीबॉडी हैज टू बी देयर इन देयर रेस्पेक्टिव सीट्स. സെലക്ട് കമ്മിറ്റിയിൽ Secretary General will now സെലക്ട് കമ്മിറ്റിക്ക് വിടണമോ ബില്ലെന്ന കാര്യത്തിലാണ് വോട്ടെടുപ്പ്. ബ്രേക്കിംഗ് 24. Honorable members, for your convenience, I shall explain the voting procedure by automatic vote recording system. Secretary It may General. please be noted that each member has been provided with an integrated microphone and voting console containing 4 buttons. P for present, A for ayes, O for abstain, and N for noes. There is also a separately situated security button in red, which is vote activation button provided on the language selector. A red LED vote now lighted on the voting panel indicates that the voting functions are operational and active. To record a vote, a member has to be on his allotted seat and on his desk has to press the vote activation button and one of the voting buttons of his or her choice simultaneously. Each voting button has an assigned LED indicating the correct and valid voting function as long as a button is pressed together with the vote activation button. The voting process starts with a gong on the large screen hall display in the 2 corners of the chamber. Each member has to keep the voting button as well as the vote activation button pressed simultaneously for 10 seconds. വോട്ടിംഗ് പ്രൊസീജിയർ വിശദീകരിക്കുകയാണ് രാജ്യസഭയിലെ സെക്രട്ടറി ജനറൽ. രാജ്യസഭയുടെ സെക്രട്ടറി ജനറൽ വോട്ടിംഗ് പ്രൊസീജിയർ വിശദീകരിക്കുന്നു. വോട്ടിംഗ് കൺസോളിലുള്ള ബട്ടണുകൾ ഏതൊക്കെ അമർത്തണമെന്ന് വിശദീകരിച്ചു കൊടുക്കുകയാണ്. രാജ്യസഭയിൽ ഇപ്പോൾ നടക്കുന്ന വോട്ടെടുപ്പ് ദേശീയ പൗരത്വ ഭേദഗതി ബിൽ സെലക്ട് കമ്മിറ്റിക്ക് വിടണമോ എന്നുള്ള ആദ്യ ഭേദഗതിയിന്മേലുള്ള വോട്ടെടുപ്പാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. The buttons kept pressed at the 10th second. At the 10th second will be recorded. In case either one or both the buttons are released prior to close of voting period, the vote will not be registered. The ദേശീയ countdown പൗരത്വ time ബിൽ is also സെലക്ട് indicated കമ്മിറ്റിക്ക് വിടണം. on the display. യെസ്, നോസ്, അബ്സ്റ്റെയിൻ, പ്രസന്റ്. If a 4 member ബട്ടണുകൾ. finds that he or she has voted by mistake by pressing the wrong button, he or she can be allowed to correct the mistake through a correction slip devised for the purpose, provided he or she brings it to the notice of the chairman before the result of the division is announced. The correction slips will be distributed to the honorable members who desire to correct their recorded vote by the officials of the Secretariat. Also, I wish to mention that there are 2 new members, Mr. K.C. Ramamurthy and Mr. Arun Singh, who have not been allotted a seat as yet. ശിവസേന Further, ഇപ്പോൾ 2 more members, Sri Mahendra വോട്ടെടുപ്പ് Prasad ബഹിഷ്കരിച്ചിരിക്കുന്നുവെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. not able to vote through ശിവസേന the ഇറങ്ങിപ്പോയിരിക്കുന്നുവെന്ന due ബ്രേക്കിംഗ്. to health reasons. These 4 ശിവസേന members ഇറങ്ങിപ്പോയിരിക്കുന്നുവെന്നൊരു ബ്രേക്കിംഗ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. which would be provided to them by our staff, and they would in the division slip record yes, no or abstain. വോട്ടിംഗ് പ്രക്രിയ വിശദീകരിക്കുകയാണ് ഇപ്പോൾ I shall സെക്രട്ടറി now ജനറൽ. put the amendment, please. ഭേദഗതി വോട്ടിനിടുന്നു. I shall now put the amendment for reference of the bill to a select committee of the Rajya Sabha to vote. The question is put. Those in favor will please say aye. Those against will please say no. സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന് അഭിപ്രായമുള്ളവർ യെസ്, സെലക്ട് കമ്മിറ്റിക്ക് വിടരുത് എന്ന് അഭിപ്രായപ്പെടുന്നവർ നോ. Secretary General. സെക്രട്ടറി ജനറൽ കൗണ്ടിംഗ്. വോട്ടിംഗ് സ്റ്റാർട്ട്സ്. Yeah, he will say.
Yes, system ठीक. Honorable members, I am starting the voting process. വോട്ടിംഗ് The പ്രോസസ് voting ആരംഭിച്ചിരിക്കുന്നു. time starts now. വോട്ടിംഗ് പ്രൊസീജിയർ. യെസ് നോസ്. നോസ് 113, യെസ് 92, ആബ്സെന്റ് 1. ടോട്ടൽ 206 പേർ മാത്രമാണ് സഭയിൽ വോട്ട് രേഖപ്പെടുത്തിയത്. 113 പേർ സെലക്ട് കമ്മിറ്റിക്ക് വിടരുതെന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നു. സെലക്ട് കമ്മിറ്റിക്ക് വിടരുത് എന്ന അഭിപ്രായം സർക്കാരിന്റെ പക്ഷം വിജയിച്ചിരിക്കുന്നു. ഈ ബിൽ ഈ കാലയളവിൽ രാജ്യസഭയിൽ ഇന്നേ ദിവസം പാസ്സാകുന്നതിന്റെ സൂചന. സെലക്ട് കമ്മിറ്റിക്ക് വിടേണ്ടതില്ല. നോസ് ഹാവ് ഇറ്റ്, നോസ് ഹാവ് ഇറ്റ് ആൻഡ് നോസ് ഹാവ് ഇറ്റ്. Please, अपना जगह पे बैठ जाइए. सदस्य രാജ്യസഭയിൽ ഇപ്പോൾ ദേശീയ പൗരത്വ ഭേദഗതി ബില്ലിന്റെ ആയുസ് പ്രഖ്യാപിച്ചിരിക്കുന്നു. ബില്ല് പാസ്സാകുന്ന എല്ലാ സൂചനകളും തന്നിരിക്കുന്നു. സെലക്ട് കമ്മിറ്റിക്ക് ബില്ല് വിടേണ്ടതില്ല എന്ന് രാജ്യസഭ തീരുമാനിച്ചിരിക്കുന്നു. 113 പേർ ഇപ്പോൾ ബില്ല് സെലക്ട് കമ്മിറ്റിക്ക് വിടേണ്ടതില്ല എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. അതോടുകൂടി ഈ ബിൽ നിയമമാക്കാൻ പോകുന്നതിന്റെ സൂചന വരുന്നു. ഇപ്പോൾ ഹർഷൻ ചേരും നമുക്കൊപ്പം എൻകൗണ്ടറുമായി. ഇന്ന് എൻകൗണ്ടർ പരിശോധിക്കുന്നത് മതം ഒരു രാഷ്ട്രമാകുന്നു എന്നുള്ളതാണ്.